കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷയുടെ കാലഘട്ടമാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പോലും ഇപ്പോഴത്തെ പല കുട്ടികൾക്കും വ്യക്തമായ തീരുമാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും 10 കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്താണെങ്കിലും +2 പഠിക്കാനും അതുപോലെ തന്നെ +2 കഴിഞ്ഞവർ ഡിഗ്രി പഠിക്കാനായിരിക്കും സാധ്യതകളേറെ. 10 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വലിയ ഓപ്ഷനുകളില്ല, അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി, നഴ്സിംഗ് അതുപോലെ നിരവധിയായ കോഴ്സുകൾ വേറെയുണ്ട്. 10 കഴിയുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ചെയ്യുന്നത് 10+ കിട്ടിയാൽ സയൻസും, ഇനി 7+ താഴെയാണെങ്കിൽ കൊമേഴ്സും, അതുപോലെ തന്നെ 5+ താഴെയാണെങ്കിൽ ഹ്യൂമാനിറ്റീസും എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് തീർച്ചയായിട്ടും ഒരു തെറ്റാണ്. കാരണം നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കി വേണം നിങ്ങൾ പഠനം സെലക്ട് ചെയ്യാൻ. എന്ത് തന്നെയായാലും ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. 10+ കിട്ടിയവർക്ക് മാത്രമുള്ളതല്ല സയൻസ്, അതുപോലെ തന്നെ 2+ കിട്ടിയവർക്ക് സയൻസ് കിട്ടാതിരിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്ത് പഠിക്കുക. സയൻസ് എടുത്താൽ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാം, കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്സ്, IAS, IPS അതുപോലെയുള്ള വലിയ കാര്യങ്ങളിലൊക്കെ ചെയ്യാം. മൂന്നിനും സാധ്യതകൾ ഏറെയാണ്. 10 കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പഠന നിലവാരം ഒരിക്കലും A+കളുടെ എണ്ണം കൊണ്ട് അളക്കരുത്. ഫുൾ A+ കിട്ടുന്നവർ നന്നായിട്ട് പഠിക്കുമെന്നും, അതുപോലെ തന്നെ 5+ കിട്ടിയ മിഡിൽ ക്ലാസ് ആണെന്നും, അതുപോലെ 2A+ കിട്ടിയവർ പഠിക്കത്തില്ല എന്നുള്ളത് ഒരു അർത്ഥമല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിലാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് അതിനകത്തെ ഓരോ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ പഠിക്കാനുള്ള വിഷയവും അതുപോലെ തന്നെ പഠിക്കാനുള്ള ആവേശവും ഉണ്ടാകും. സയൻസ് എടുക്കുന്നവർക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിനോട് ഒരു ഫേവറേറ്റ് കാണുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ തോന്നും. അങ്ങനെ ഓരോ സബ്ജക്റ്റും എടുത്ത് അതിനെ നന്നായിട്ട് പഠിച്ച് അതുപോലെ അതിനകത്ത് തന്നെ നിങ്ങളുടെ ഭാവി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാധാന്യം. എല്ലാവരും പറയുന്നത് പോലെ 10 ഒരു മികച്ച ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് അടുത്തത് ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കോഴ്സും ഇനി 10ന് ശേഷമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. കൊമേഴ്സ് എടുത്തവർക്ക് മാത്രമായിരിക്കും ബിസിനസ് എന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ പോലും സയൻസ് എടുത്തവരാണ് മെഡിക്കൽ ഫീൽഡിലോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ 10 പഠിക്കുന്നവർക്ക് മെഡിക്കൽ ഫീൽഡിലോട്ടൊക്കെ പോകാനും എഞ്ചിനീയറിംഗ് ഫീൽഡ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ സയൻസ് എടുത്തേ പറ്റും. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സയൻസ് തന്നെ എടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിനോടാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്, ചാർട്ടേഡ് അക്കൗണ്ടിങ്, CMA, ECCA അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും +2ന് കൊമേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുമാത്രമല്ല നിങ്ങൾക്ക് പൊളിറ്റിക്സും അതുപോലെ തന്നെ IPS, IAS, ജേർണലിസം, ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ് നല്ലത്. എന്താണെങ്കിലും 10 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനൊക്കെ പഠിക്കാൻ പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. മാത്രമല്ല വേറെ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലുള്ള മറ്റ് ഓപ്ഷനുകൾ വേറെയുമുണ്ട്. എന്താണെങ്കിലും സർക്കാരിന്റെ പദ്ധതിയിൽ നിരവധിയായ ഓപ്ഷനുകൾ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കോഴ്സ് കണ്ടെത്തുകയും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്താണെങ്കിലും അവർ എന്താണ് അടുത്തത് പോകുന്നത് എന്നുള്ളതിന്റെ പദ്ധതികളെല്ലാം വിട്ടു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും അവർക്ക് എന്തെല്ലാം നല്ല ഓഫറുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം.